കേരളത്തിൽ ഇനി അടുത്തൊരു ഉത്സവമാണ് ഓണം വരുന്നത്. നമുക്കറിയാം ഓണസമയമാകുമ്പോൾ വിലക്കയറ്റം ഒരു സ്വാഭാവികമാണ്. ഇപ്പം അതിനൊരു പ്രതിവിധിയായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. അതായത് 253 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് വേണ്ടി ഇപ്പം UDF ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. അത് 200 കോടി രൂപ സപ്ലൈകോയ്ക്കും 53 കോടി രൂപ മഞ്ഞക്കാടുകാർക്ക് കിറ്റിനും ഓണക്കിറ്റിനും വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഭക്ഷ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്, മുൻ സർക്കാരിന്റെ കാലത്തൊന്നും ഇത്രയും രൂപ ചെലവഴിച്ചിട്ടില്ല. അപ്പം ജനങ്ങൾക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാകുമല്ലേ ഇത്? തീർച്ചയായിട്ടും. എല്ലാ കാലത്തും നമ്മൾ ഓണം സീസൺ പരിശോധിക്കുകയാണെങ്കിൽ ഓണം സീസൺ എപ്പോഴും വിലക്കയറ്റമായിരിക്കും. നമുക്ക് ചില ഘട്ടങ്ങളിൽ നമ്മൾ സദ്യ ഉണ്ണാതെ ഒരു ഓണം കടക്കേണ്ടി വരുമോ എന്ന് ഭയമുള്ളൊരു സമയം പോലും ഉണ്ടായിട്ടുണ്ട്. ഒരു സാധാരണ ഒരു ആവറേജ് ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉള്ള ഒരു ഫാമിലിയിൽ എങ്ങനെയാണെങ്കിൽ അതിന് താഴേക്കുള്ള ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിലും മോശമായിരിക്കും. അപ്പോൾ മുൻകരുതൽ നടപടി എന്നുള്ള നിലയിലായിരിക്കണം എല്ലാ സർക്കാരുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമീപിക്കേണ്ടത്. അപ്പോൾ ഈ വരുന്ന സപ്ലൈകോയ്ക്ക് ഈ ഫണ്ട് അനുവദിക്കുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ ഓണം സമാധാനമായി ആഘോഷിക്കാൻ പറ്റും എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോഴുള്ള പച്ചക്കറി വില ആയിരിക്കില്ല ആ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ സപ്ലൈകോ വഴി ലഭിക്കുന്ന സാധനങ്ങളുടെ വിലയെങ്കിലും നമുക്കൊന്ന് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അതിനെങ്കിലും വിലക്കുറവിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരിക്കും. നമ്മളെ അറിയാം, കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് നമ്മുടെ കേരളത്തിലെ ഒരു ഇത് പഴഞ്ചൊല്ലെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഓണം ആഘോഷിക്കാൻ ഏതൊരു ജാതി മത വ്യത്യാസമില്ലാതെ കേരളത്തിന്റെ ഉത്സവമായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ആരും ആഗ്രഹിച്ചു പോകുന്നതാണ് ഒരു സാധനങ്ങളൊക്കെ വെച്ച് വലിയ രീതിയിൽ ആഘോഷിക്കണമെന്ന്. ചിലർക്ക് ഈ പണത്തിന്റെ പേരിലായിരിക്കും. അപ്പൊ ഈ ഓണ കിറ്റ്, ഇപ്പൊ ഈ പഞ്ഞക്കാടിനുള്ള ഓണ കിറ്റ് ആയാലും 200 കോടി രൂപയുടെയാണ്, 200 കോടി രൂപയ്ക്കാണ് ഇപ്പൊ നൽകുന്നത്. അപ്പൊ ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. അപ്പം പിന്നെയും UDF സർക്കാർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക്. അതെ, ജനപ്രിയ സർക്കാർ എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പോ ഈ പൊതുവിതരണ വകുപ്പാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പാണെങ്കിലും മുന്നോട്ട് പോവുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് പ്രൈവറ്റിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യരിലേക്ക് കൃത്യമായി ഇത് എത്തിക്കുക എന്നുള്ളതിനും കൂടി അതിനൊരു അർത്ഥമുണ്ട്. ഇപ്പോ ഈ പറയുന്ന പോലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും സാധനം വാങ്ങിക്കാൻ സാമ്പത്തിക ഭദ്രതയുള്ളവരുണ്ട്. എന്നാലും അതിന് താഴേക്ക് സാധാരണ നമ്മൾ ഇപ്പോഴും റേഷൻ കടയിൽ നിന്നും സപ്ലൈകോയിൽ നിന്നും സാധനം എൻ്റെ വീട്ടിലൊക്കെ വാങ്ങിക്കാറുണ്ട്. അത്തരത്തിൽ ഈ പറഞ്ഞ അത് ആവശ്യമായ കുറേയധികം ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവകാശമായി കാണുന്ന. ഇപ്പോൾ വീട്ടിൽ പൈസയുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇതൊരു അവകാശമായി കണ്ട് ഇത് വാങ്ങിക്കുന്നവരുണ്ട്. അവർക്കിതൊരു വലിയ ആശ്വാസം തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ ഭക്ഷ്യധാന്യങ്ങൾക്ക് വില കുറവാണെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക്, മറ്റ് റിസോഴ്സസിലേക്ക് പണം, മറ്റ് എക്കോസിസ്റ്റങ്ങളിലേക്ക് പണം ഒഴുക്ക് നടക്കും. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വ്യവസായ ശൃംഖലകൾ വർദ്ധിക്കും. അങ്ങനെ ഇതിനൊരു എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ അതിന്റെ പല തട്ടിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് നടക്കുകയാണ്. അപ്പോൾ ഓണ ബേസിക് ലെവലിൽ ഈ ഭക്ഷ്യ വിതരണത്തിൽ നടത്തിയ വലിയ മുന്നേറ്റമാണ്. ഇപ്പോൾ VD സതീശൻ സർക്കാർ ജനപ്രിയ സർക്കാരാണ് എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്. നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ട്. അതാണ് ഈ ഫുഡ്, അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് സഞ്ചരിക്കാനുള്ള മാർഗങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ആരോഗ്യ മേഖലയിൽ നമുക്ക് വിശ്വാസം അർപ്പിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ സാധാരണപ്പെട്ട മനുഷ്യർക്ക് കഴിയണം. അതുപോലെ തന്നെ ഭക്ഷ്യധാന്യം, ഇപ്പോൾ പട്ടിണി കിടക്കരുത് എന്നുള്ളൊരു സമീപനം ഉണ്ടാകണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള വലിയ പ്രഖ്യാപനമൊക്കെ ഉണ്ടായി. പക്ഷെ അതിന് മാസങ്ങൾക്ക് മുൻപ് ലക്ഷക്കണക്കിന് ആളുകൾ അതിദരിദ്രരാണെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് ഈ അതിദരിദ്രർ എങ്ങനെ ഇല്ലാതായി എന്നുള്ളൊരു ചോദ്യം ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. കേവലം ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടുന്ന സന്തോഷത്തിൽ പ്രഖ്യാപിച്ചത് കൊണ്ട് പലർക്കും അതിൽ നിന്ന് വലിയ വീഴ്ചകൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ കുറയുന്ന സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ദരിദ്രരുണ്ട്, പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ട്. ഇപ്പോൾ മഞ്ഞക്കാർഡുകാർക്ക് ഓണക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടി പൂർത്തിയാകുമ്പോൾ അത് വലിയൊരു ആശ്വാസമാണ്. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷണം കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് വിചാരിക്കുന്ന വലിയൊരു ക്രൗഡിന് ഇത് ഭയങ്കര നേട്ടമായിരിക്കും.
അവരെ സംബന്ധിച്ചത് ഒരു വലിയ കാര്യമായിരിക്കില്ലേ. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതാണെങ്കിൽ 3 നേരവും ഭക്ഷണം കഴിക്കാൻ കേരളത്തിലെ എല്ലാ മലയാളികൾക്കും കഴിയണം എന്നുള്ളൊരു നയത്തിലേക്കാണ് വി.ഡി. സതീശൻ സർക്കാർ പോകുന്നത്. ഇപ്പോ സർക്കാരിനെ ഇങ്ങനെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുന്നതോട് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. നല്ലത് ചെയ്താൽ നല്ലത് പറയണം എന്നുള്ളതാണ് ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് ജീവിക്കട്ടെ. ഇപ്പോൾ പൊതുവിതരണ വകുപ്പിന്റെ ആണെങ്കിലും ഇനി അത് കഴിഞ്ഞ് ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. പണമില്ലാത്തതുകൊണ്ട് ഈ സിറ്റിയിലേക്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ത്രീകൾക്ക് പ്രിയദർശിനി നല്ലൊരു പദ്ധതിയായി മാറി. അപ്പോൾ ഏതൊരു മേഖല എടുത്ത് നോക്കിയാലും സാധാരണ മനുഷ്യർക്ക് ഗുണം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പണക്കാരനും കച്ചവടക്കാരനും മാത്രമല്ല ഇതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകേണ്ടത്, സാധാരണക്കാരനും നേട്ടമുണ്ടാകണം. ഇനി അടുത്ത് ഈ പറഞ്ഞ AI മേഖല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടെക്നോളജി മേഖല, ഇത് എല്ലാവർക്കും ആക്സസിബിൾ ആകണം. ഇപ്പോ കേരളത്തിൽ ഒരു പദ്ധതി വരുന്നു, ഏത് പദ്ധതിയോ ആയിക്കോട്ടെ, അത് ഏറ്റവും ഈ എക്കണോമിക് സ്റ്റാറ്റസിൽ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന ആൾ മുതൽ താഴെ തട്ടിൽ നിൽക്കുന്ന ആൾക്ക് വരെ ആ ആനുകൂല്യം അല്ലെങ്കിൽ ആ ഒരു പ്രിവിലേജ്, ടെക്നോളജിയുടെ ഒരു വളർച്ച കിട്ടിയാൽ മാത്രമേ കേരളത്തിന് അതൊരു വലിയ നേട്ടമാകുന്നുള്ളൂ. നമ്മളൊരു ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എത്ര പണക്കാരുണ്ടാകും, അതിനേക്കാൾ 4, 5, 10 ഇരട്ടി ആൾക്കാർ ഈ പറഞ്ഞ സാമ്പത്തിക സ്ഥിതിയിൽ ആവറേജിന് താഴെയുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഇതിൽ എല്ലാവർക്കും ഒരുപോലെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നിടത്താണ് ഇതൊരു വികസനം എന്ന് പറയാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ മറ്റേതൊരു പ്രിവിലേജ്ഡ് ക്ലാസ്സിന് മാത്രം കിട്ടുന്ന ഒരു സംഭവം, പ്രിവിലേജുകൾക്ക് മുകളിൽ ഒരു പ്രിവിലേജ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമുക്ക് മുൻ സർക്കാരിൽ നിന്നൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ അതിദാരിദ്ര്യ കേരളമാക്കണം എന്ന് പറഞ്ഞ നവകേരള സദസ്സ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ മുൻ സർക്കാർ കൊണ്ടുവന്നു. അതിന്റെ പേരിൽ കുറെ കാശ് പിടിച്ച് അങ്ങനെ നടന്നതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യവും ഇപ്പൊ കൊണ്ടുവന്നതായിട്ട് നമ്മുടെ അറിവില്ല. അധികം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം UDF സർക്കാർ കയറിയിട്ട് ഇപ്പം 2 മാസം, ഇനി ഓണത്തിന് ഇനിയും കിടക്കുന്നു 2 മാസം കൂടെ. എന്നിട്ടും അതിന് മുമ്പേ തന്നെ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്താണ്, ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മുന്നിട്ട് നേരത്തെ കണ്ട് കൂട്ടി ചെയ്യുന്നതാണ് ഇപ്പൊ ചെയ്യുന്നത്. നമ്മുടെ ഒരു ഇനിയായിരിക്കും ദാരിദ്ര്യമുക്ത കേരളമാകുന്നത് ഇവിടെ. അതെ, ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ കോടികൾ ചിലവഴിച്ച് സ്റ്റേജ് കെട്ടി അതൊരു വലിയ പ്രഖ്യാപനമാക്കി മാറ്റി അതിനെ വലിയ റൊമാൻറ്റിസൈസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സർക്കാരിൽ നിന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വലിയ കൊട്ടിഘോഷങ്ങളില്ല. എനിക്കൊന്നു ഈ പ്രിയദർശിനി പദ്ധതി പോലും തുടങ്ങിയ സമയത്ത് വലിയൊരു സ്റ്റേജ് കെട്ടി കോടികൾ ചിലവാക്കി ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലൊരു മൗത്ത് പബ്ലിസിറ്റിയാണ് പ്രിയദർശിനി പദ്ധതി വഴി കിട്ടിയത്. നമ്മൾ ഏതൊരു ഇപ്പൊ സ്ത്രീകളോട് ചോദിച്ചാലും പ്രിയദർശിനിയിൽ സൗജന്യ യാത്ര കിട്ടിയതിൽ എല്ലാവരും സന്തോഷാദികളാണ്. അതുപോലെ തന്നെ പുരുഷന്മാരും ഇപ്പോൾ വീട്ടിൽ നിന്ന് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുകയാണെങ്കിൽ ആ പണം കൊണ്ട് നമുക്ക് വേറെന്തെങ്കിലും ചെയ്യാം എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരും വളരെ കൂടുതലാണ്. അപ്പോൾ പ്രഖ്യാപനങ്ങൾക്കും വലിയ വച്ചുകെട്ടലുകൾക്കും പ്രാധാന്യം കൊടുക്കാതെ അതിന് കുറെ പണം ചെലവഴിക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി ഈ പറഞ്ഞ സർക്കാരിന് കുറെ വീഴ്ചകൾ സംഭവിക്കാം, ഇനി വരും നാളുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാൽ തന്നെയും ഈ ജനപ്രിയ പദ്ധതികൾ എന്ന് പറയുന്നത് എപ്പോഴും മുന്നിട്ട് നിൽക്കും, എല്ലാവരുടെയും മനസ്സിൽ ഇതുണ്ടാകും. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ കൂട്ടിയതും അതുപോലെ തന്നെ കിറ്റ് വിതരണം നടത്തിയതുമൊക്കെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മാസങ്ങൾക്ക് മുൻപായിരുന്നു. അത് ഇത്ര അല്ല എന്ന് പറഞ്ഞാലും മലയാളികൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതൊരു വോട്ട് രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അധികാരത്തിലേറി 1-2 മാസങ്ങൾക്കുള്ളിൽ കുറേയധികം മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ ഒരു വോട്ട് രാഷ്ട്രീയം ഇപ്പോൾ മുന്നോട്ടൊരു സർക്കാർ രൂപീകരണം മനസ്സിലുണ്ടാകും, ഉറപ്പായും ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെയും വോട്ടിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നൊരു തോന്നൽ പൊതുജനത്തിന് ഉണ്ടാകുന്നില്ല. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും കാണിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പൊതുജനത്തിന് നേട്ടമുണ്ടാകട്ടെ എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ സർക്കാർ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഈ പറഞ്ഞ പൊതുവിതരണ വകുപ്പാണെങ്കിലും ഈ പറഞ്ഞ ഗതാഗത വകുപ്പാണെങ്കിലും ആരോഗ്യ മേഖലകൾ, IT മേഖലകൾ, ഏത് മേഖല എടുത്ത് നോക്കിയാലും ഈ പറഞ്ഞ നേട്ടം ഉണ്ടാകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്, അത് നടപ്പിലാക്കുന്നതുമുണ്ട്. ഇത് തന്നെയാണ് വി.ഡി. സതീശൻ സർക്കാരിനെ ജനപ്രിയ സർക്കാരാക്കുന്നതും.